ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചുമയൊന്ന് ഫുള്ളായിട്ട് മാറിയില്ല ഗൈസ്, എന്ത് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഇന്ന് എവിടെ പോകുന്നെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പല സ്ഥലത്തും ഇങ്ങനെ കറങ്ങാൻ പോവുകയാണ്. വേറെ എവിടെ ഇല്ല ഗൈസ്, ഇങ്ങനെ കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. ഡെയിലി ഇത് തന്നെയല്ലോ പണി, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോ നമ്മൾ ഇന്ന് വീണ്ടും കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഞാൻ മാത്രമല്ല, ഇപ്പൊ കാരണം കാര്യമില്ല, ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനുണ്ട്, ഉമ്മച്ചിയുണ്ട്. നമ്മള് ബിഫോർ വ്ളോഗില്ലേ, അതിലിട്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് പുറത്തോട്ടൊക്കെ പോയിട്ടൊക്കെ വരാം. അപ്പൊ നമുക്ക് വണ്ടി എടുത്ത് ഭാവിയുടെ വീട്ടിന്റെ അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇവളെ വീട്ടിലെത്തി. ഇവള് വന്ന് ഗൈസ്, അവള് അങ്ങോട്ടും ഇങ്ങോട്ട് പോണ്. വീണ്ടും നമ്മൾ എങ്ങോട്ടേക്കോ പോവുകയാണ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഒരു പിടുത്തം ഇല്ലാത്ത പോലെ എവിടേക്കോ പോവുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് പേരറിയാത്ത എവിടെയെങ്കിലും പോവാം. അവിടെ എത്തിയിട്ട് നമുക്ക് മനസ്സിലാവാമല്ലോ, എവിടെയെങ്കിലും ഒക്കെ എത്തും. അവളെ പള്ളിയിൽ നേർച്ച പൈസ ഇടാൻ പോവുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ പള്ളി, നമ്മളെ മൗണ്ട് മുക്കിലെ ഒരേ ഒരു പള്ളി ഇതാണ്. അതാണ് കാണിക്കവഞ്ചി. ഈ കാണിക്കവഞ്ചിയിൽ നമ്മൾ എക്സാമിനൊക്കെ പോകുമ്പോഴുണ്ടല്ലേ, ഈ കാണിക്കവഞ്ചിയിലിടും. ഈ കാണിക്കവഞ്ചിയിൽ എന്തോ എന്നെ പറഞ്ഞുകൊണ്ട് പോയി, എനിക്കറിയാമോ എന്താണ് പറഞ്ഞതെന്ന്. ആ കാണിക്കവഞ്ചിയിൽ നമ്മൾ 2 രൂപയൊക്കെ ഇട്ടുകൊണ്ട് പോവും എക്സാമിനൊക്കെ പോകുമ്പോൾ. അപ്പം നമ്മൾ പാസ്സായി ഗൈസ്. പള്ളിയുടെ അനുഗ്രഹമായിരിക്കുമല്ലേ പാസ്സായത്. അതൊക്കെ ഒരു കാലം. അയ്യോ വിശ്വാസം. ഉമ്മ, ഉമ്മച്ചിക്ക് പനി കുറവുണ്ടാ? ഉമ്മച്ചിക്ക് പനിയായിരുന്നു. ഉമ്മച്ചി 5 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിപ്പോയി. പാവല്ലേ, 10 ദിവസം അഡ്മിറ്റ് ആയിപ്പോയി, പാവം. ആദ്യം ഒരു 5 ദിവസം കിടന്ന്, പിന്നെ കുറവില്ലാതെ വീണ്ടും ഒരു 5 ദിവസം കിടന്നു. എന്താല്ലേ, എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴത്തെ പനിയൊക്കെ അങ്ങനെയല്ലേ. ഇനി നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് കഥ അറിയാം. ഓക്കെ, ചായ വാങ്ങാൻ അപ്പുറത്തുള്ള അവിടെ വെറൈറ്റി ചായകളുണ്ട്. ഇത്രയും സാധനങ്ങളുണ്ട്. അതെന്തോന്ന്, അതെന്തൊരു സാധനം? അണ്ണാക്കിലൊട്ടി ചക്കനും കിട്ടിയില്ല. ഇത് നോക്കാം എല്ലാം പഠിച്ചോന്ന് വെച്ചിരിക്കുക. എന്നാലും പഠിക്കുന്നു, ഇന്ന് പഠിക്കാന്നെ പഠിക്കുന്നു. വേറെ ചായ ഉണ്ട്, വെറൈറ്റി ചായ. ചൂട് കുറവ് എപ്പോഴും കൊണ്ടാവും. ചൂട് കുറവ് ചിക്കൻ എന്ത് ഇത് മതിലാണ്. കുഞ്ഞു സ്വലം കിട്ടും, അതും കഴിഞ്ഞ് പിറ്റ് പോലെ ചൂടട്ടെ, നല്ല ചൂടട്ടെ. എങ്ങനെയാണ് ചിക്കൻ
ആഴ്ചയും കിട്ടിയില്ല. നാളെ പെരുന്നാളല്ലേ, അന്ന് തിന്നാം. നീ ഒന്നും പരിപാടി ഇടാൻ പറ്റുന്നതാണ്. അപ്പോഴാണ് പിന്നെ സമയം ഒരു 10 ആദ്യം കളിച്ചായില്ല. എനിക്ക് ചായ കൂടെ കുടിക്കാണ് നാളെ രാവിലെ. കൈ തുടങ്ങി കുറച്ചുള്ള ചിക്കൻ, ഒരു കിലോ ചിക്കൻ അകത്ത് വെച്ച് തരാൻ പറയാം. പച്ചപ്പാട് കൊള്ളാം. ഞാൻ എടുത്തതാണ്. അത് 30 സെന്റ് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തില്ല. എല്ലാം കൊള്ളാം. വലിയ കുഴപ്പമില്ല. മറ്റേ കട്ട്ലേറ്റ് കൊള്ളായിരുന്നോ? ഇത് കണ്ടിട്ടേ സർവില്ല തട്ടിയപ്പോ കെട്ടിപ്പറ്റില്ലേ? അത് അവര് മറ്റു ചട്ടിയപ്പോ ഇല്ല. ഇനി നമ്മൾ സാധനം വാങ്ങാൻ റിലയൻസിലോട്ട് പോകുന്നു ഗായ്സ്. നമുക്ക് ഈ അത്തറ് നമുക്ക് ഇവിടെ ഉണ്ടോന്ന് നോക്കാം റിലയൻസിൽ. ഓക്കെ, നമ്മൾ റിലയൻസിൽ എന്ത് തിരക്കാടാ. ഈ ഇതൊക്കെ എന്താണോ എത്ര രൂപയുടേത്? 40 ഗായ്സ്. ഇവിടത്തെ സ്പെഷ്യൽ ഓഫർ ആയ ഇതിന് എത്ര രൂപ? എത്ര രൂപയായിരുന്നു ഇതിന്? 59 രൂപ. വെറും 28 രൂപ. അയ്യോ, അത് ഇപ്പുറത്ത് കിടന്നു. തപ്പ് വേഗം ആവട്ടെ ഗായ്സ്. ഇവളിവിടെ കറങ്ങി ചുറ്റി നിൽക്കുകയാണ്. നീ എന്തിനെടുത്തത്? ചിക്കൻ മസാല തള്ളുന്ന ഭാഗം. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വീട്ടിൽ പോവുകയാണ്. നേരെ കിട്ടി. അപ്പൊ ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.